ഈ അടുത്ത് കേട്ട ഒരു വിത്തിൻ്റെ കഥയാണ് ഇത്. നമ്മുടെ ജീവിതത്തിൻ്റെ കഥയാണ്. ഒരു സ്ഥലത്ത് മണ്ണിനടിയിൽ 100 കണക്കിന് വിത്തുകൾ കിടക്കുന്നുണ്ടായിരുന്നു. മഴക്കാലം എത്തി, ഓരോ വിത്തും മുളച്ചു, മണ്ണ് തുളച്ച് വെളിച്ചത്തിലേക്ക് ഉയർന്നു. ദിവസങ്ങൾക്കുള്ളിൽ അവയെല്ലാം ചെറിയ ചെടികളായി മാറി. പക്ഷേ ആ വിത്തുകൾക്കിടയിൽ ഒരു വിത്ത് മാത്രം മണ്ണിൻ്റെ പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ മുകളിൽ ഒരു വലിയ പാറക്കല്ല് കിടക്കുകയായിരുന്നു. അതിൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അത് മുകളിലേക്ക് ഇങ്ങനെ തള്ളി നോക്കി. പക്ഷേ ആ കല്ലൊരു തരി പോലും അനങ്ങിയില്ല. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിത്തുകളെല്ലാം വലിയ ചെടികളായി, പിന്നീട് മരങ്ങളായി. അവ ആകാശം കാണാൻ തുടങ്ങി. പക്ഷേ ആ വിത്ത് മാത്രം ഇരുട്ടിൽ. അത് നിരാശപ്പെട്ടു. ഇനി എൻ്റെ ജീവിതം ഇതോടെ തീർന്നു. അങ്ങനെ ചിന്തിച്ചൊരു നിമിഷം അത് പെട്ടെന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക് വരുന്നു. മുകളിലേക്ക് വളരാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ താഴേക്ക് വളരും. അന്നു മുതൽ അത് മുകളിലേക്കുള്ള പോരാട്ടം നിർത്തി അതിൻ്റെ വേരുകൾ താഴേക്ക് പടരാൻ തുടങ്ങി. ഒരു ദിവസം ആ പാറക്കല്ലിൻ്റെ അരികിൽ ഉറുമ്പുകൾ കൂടുകൂട്ടാൻ തുടങ്ങി. അവ പതിയെ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി. പിന്നീട് മഴ പെയ്തു. മഴവെള്ളം ആ ചെറിയ ദ്വാരത്തിലൂടെ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് ആ വിത്ത് ആദ്യമായി ഒരു വെളിച്ചത്തിൻ്റെ കിരണം കണ്ടത്. ആ ചെറിയ വിടവിലൂടെ അത് വീണ്ടും മുകളിലേക്ക് വളരാൻ തുടങ്ങി. കല്ലപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷേ അതിനരികിൽ ആ ചെറിയ വഴിയിലൂടെ അത് പുറത്തേക്കെത്തി. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഇത്രയും കാലം ഭൂമിക്കടിയിൽ വേരുകൾ പടർത്തിയിരുന്ന ആ വിത്ത് പുറത്തു വന്ന നിമിഷം പെട്ടെന്ന് തന്നെ വളരാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് കാട്ടിലെ ഏറ്റവും വലിയ മരമായി മാറി. പിന്നീട് ഒരു ദിവസം കാട്ടിലേക്ക് ഭീകരമായ ഒരു കൊടുങ്കാറ്റെത്തുന്നുണ്ട്. കാറ്റാഞ്ഞടിക്കുന്നു, മഴ പെയ്തു, പല വൃക്ഷങ്ങളും വേരോടെയൊക്കെ മറിഞ്ഞു വീണു. പക്ഷേ ഈ മരം മാത്രം വീണില്ല. കാരണം മറ്റുള്ളവർ ഉയരത്തിൽ വളർന്നപ്പോൾ അത് ആഴത്തിൽ വളരുകയായിരുന്നു. ഭൂമിക്കടിയിൽ അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ പാറ പോലെ ഉറച്ചിരുന്നു. കൊടുങ്കാറ്റതിനെ തോൽപ്പിച്ചില്ല. മറ്റു മരങ്ങൾ പലതും മനുഷ്യർക്ക് വെട്ടിമാറ്റി. പക്ഷേ ഈ മരത്തെ ആരും തൊടാൻ പോലും ധൈര്യപ്പെട്ടില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ആ മരത്തെ കാണാൻ എത്തിത്തുടങ്ങി. ഒരു ദിവസം അതിൻ്റെ അരികിൽ വളരുന്ന ഒരു കുഞ്ഞു ചെടി ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും ശക്തനായത്? ആ വലിയ മരം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ഇത്രയും ശക്തനാക്കിയത് വെള്ളവും വെളിച്ചമൊന്നുമല്ല, എൻ്റെ വഴിയിൽ നിന്നിരുന്ന പ്രതിബന്ധങ്ങളാണ്. എൻ്റെ ചുറ്റുമുള്ളവർ ഉയരത്തിലേക്ക് വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആഴത്തിലേക്ക് വളരുകയായിരുന്നു. അതുകൊണ്ട് പ്രതിബന്ധങ്ങളെ ഭയക്കരുത്. ടേക്ക് ദ റിസ്ക്. ഇന്നത്തെ പോരാട്ടങ്ങളാണ് നാളത്തെ കരുത്ത്.